We are discussing about the next topic is the American War of Independence. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. The American War of Independence, this was a slogan that thundered along different parts of North America in the second half of the 18th century. What did people demand through this slogan framed by James Otis? Representation in government. Representation in the government. Representation in government. The 13 colonies of America, North America. This slogan was raised by the people of America as part of a powerful agitations. Let us discuss the circumstances that led to agitations from the 16th century onwards. The Europeans began to migrate to America. The major aim of the migration was to exploit the resource. By the 18th century, England had established 13 colonies in the eastern coast of the North America. Can you locate them in the map? Observe the map and list out the 13 British colonies in North America. Migrations to America. Christopher Columbus, a sailor of Spanish government, reached North America in 1492. He called the indigenous people as Indians. He thought that the place he reached was India. Later they were known as the Red Indians. The earliest colonies in America were established by a group of people who exiled to America from the religious
persecutions of the king England in the 17th century on a ship called Mayflower. They were known as the Pilgrim Fathers. With the increase in European migrations, the Red Indians were displaced to the interiors. The Europeans seized their land and flock of sheep. The British treated the American colonies as centers for collecting raw materials for their industries and as market for selling their product. This policy implemented by the British merchant with the help of their motherland in the American colonies is known as mercantilism. As part of mercantilism, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ അതായത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അതായത് യാതൊരു പ്രാതിനിധ്യവുമില്ലാതെ തങ്ങൾ നികുതി നൽകില്ല എന്ന് അവർ അമേരിക്കക്കാർ പറഞ്ഞു. അതെ, ഏതാണ്ട് 18ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടെ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമായിരുന്നു ഇത്. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് പ്രമുഖ ചിന്തകനായിരുന്ന ജെയിംസ് ഓട്ടിസ്റ്റാണ്. അദ്ദേഹം രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണെന്ന് ആവശ്യപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. അതിലൊന്നാമത്തത് ഭരണത്തിൽ ഉണ്ടാകേണ്ട പങ്കാളിത്തമാണ്. ഭരണ പങ്കാളിത്തമാണ് ഒന്നാമതായി ജനങ്ങൾ ആവശ്യപ്പെട്ടത്. ബാക്കിയുള്ളവ നിങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തിയെഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അമേരിക്കൻ ജനത ശക്തമായിട്ടൊരു പ്രക്ഷോഭം നടത്താൻ ഉദ്ദേശിച്ചു. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്നത്. അമേരിക്കൻ ജനത ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതിന് ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കിനി പരിശോധിക്കാം. ഏതാണ്ട് 16ാം നൂറ്റാണ്ട് ആരംഭത്തോടുകൂടി യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുടിയേറാനായിട്ട് തുടങ്ങി. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ ധാരാളം വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഈ കുടിയേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന്.
അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ സംഭവിച്ചു. ഏതാണ്ട് 18-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിലെ ഒരു പ്രമുഖ ശക്തിയായ ഇംഗ്ലണ്ട് അമേരിക്കയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ ഏതാണ്ട് 13ഓളം കോളനികൾ സ്ഥാപിച്ചു. അവിടെ മാപ്പിനകത്ത്, ആ ഭൂപടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാപ്പിനകത്ത് ആ ഒരു എന്താ പറയുക, കോളനീസിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഭൂപടങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം, ആ 13 കോളനികൾ ആ ഭൂപടത്തിൽ നിന്നും കണ്ടെത്താനായിട്ട് പട്ടികപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഭൂപടം നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കോളനികൾ ഏതാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കോളനി ന്യൂ ഹാംഷെയറാണ്. മസാച്യുസെറ്റ്, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കറ്റ് ഉണ്ട്, ന്യൂജേഴ്സി, പെൻസിൽവാനിയ, ബെലാവയർ, വെർജീനിയ, മെറിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ എന്നിങ്ങനെ 13 കോളനികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഇനി കോളനി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നോക്കി, ഭരണപരമായും സാമ്പത്തികപരമായും ഭരണപരമായും സാമ്പത്തികപരമായും സൈനികപരമായും ഒരു രാജ്യം നിയന്ത്രണം സ്ഥാപിച്ച പ്രദേശത്തെ കോളനി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഭരണപരമായും സാമ്പത്തികപരമായും സൈനികപരമായും ഒരു രാജ്യം ആധിപത്യം സ്ഥാപിച്ച പ്രദേശത്തെയാണ് പൊതുവെ കോളനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നിയന്ത്രണം സ്ഥാപിക്കുന്ന ഒരു രാഷ്ട്രമുണ്ട്. അവരെ കൊളോണിയൽ മേധാവികളെന്നാണ് അറിയപ്പെടുന്നത്. ഇനി നോക്കാം അമേരിക്കയിലെ മൈഗ്രേഷൻ. നോക്കി, അപ്പോൾ 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ടുള്ള ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ്. നിങ്ങൾ ഓർക്കണം, 1498 പ്രത്യേകത നിങ്ങൾക്കറിയാം. യൂറോപ്യന്മാരിലെ ഒരു ശക്തി ഇന്ത്യ കണ്ടെത്തിയത് 1498 വാസ്കോ ഡ ഗാമയാണ്. അപ്പോൾ അങ്ങനെ അതിനു മുമ്പ് തന്നെ ഇന്ത്യയെ കണ്ടെത്താനായിട്ട് പല ശ്രമങ്ങളും യൂറോപ്യന്മാർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സ്പാനിഷ് നാവികനായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് 1492 അദ്ദേഹം എന്ത് ചെയ്തു? വടക്കേ അമേരിക്കയിലെത്തി. അദ്ദേഹമാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം വടക്കേ അമേരിക്കയിൽ എത്തി. അപ്പോൾ അദ്ദേഹം അവിടെ കണ്ട ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. അവരെ ഇന്ത്യക്കാർ, അതായത് ഇത് ഇന്ത്യ ആണെന്നല്ല, ഇന്ത്യയിലെ ജനങ്ങൾ അത് ഇന്ത്യയാണെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തദ്ദേശീയരായ വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചത്. പക്ഷേ പിൽക്കാലത്ത് അവരെന്ത് ഏത് പേരിൽ അറിയപ്പെട്ടു? റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഏതാണ്ട് 17-ാം നൂറ്റാണ്ടോടുകൂടി മെയിൻ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലാണ് അപ്പോൾ അവിടെ കോളനികൾ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിലെത്തിയ
ഇംഗ്ലീഷുകാർ. അവരാണ് കോളനികൾ സ്ഥാപിച്ചത്. അവരെ തീർത്ഥാടക പിതാക്കൾ അഥവാ പിൽഗ്രിം ഫാദേഴ്സ് എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. അപ്പോൾ പിന്നീട് യൂറോപ്യൻ കുടിയേറ്റം ശക്തമായതോടുകൂടി അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള റെഡ് ഇന്ത്യൻസ്, നേരത്തെ ഞാൻ പറഞ്ഞു ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയാണെന്ന് കരുതിയിട്ട് അവിടുത്തെ ജനങ്ങളെ, തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അവരാണ് പിന്നീട് റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടത്. അവർ യൂറോപ്യന്മാരുടെ ശക്തമായ കുടിയേറ്റത്തെ തുടർന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. അപ്പം അവരുടെ ഭൂമിയും അതേപോലെ ആട്ടിൻകൂട്ടങ്ങളെയൊക്കെ തന്നെ യൂറോപ്യന്മാരെ കവർന്നെടുത്തു. പൊതുവെ അവരെല്ലാം ഇവിടെ ചെന്നാലും ഇത്തരത്തിൽ മറ്റുള്ളവരെ കീഴടക്കി ഭരിക്കുക എന്നുള്ളത് അവരുടെ അക്കാലത്തെ ഒരു നയമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണല്ലോ നമ്മുടെ ഇന്ത്യയും അവരെ കീഴടക്കി ഒരുപാട് കാലം ഭരിച്ചത്. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനായിട്ടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനായിട്ടുള്ള കമ്പോളമായിട്ടും അപ്പോൾ ഇംഗ്ലീഷുകാർ ഇത്തരത്തിൽ ഈ കോളനികളെ അവരെ കണക്കാക്കി. അവർ എന്ത് ചെയ്തു? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ ഈ നയമാണ് മെർക്കൻ്റലിസം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മെർക്കൻ്റലിസം എന്താണ് നമുക്കിന്ന് നോക്കാം. ശ്രദ്ധിച്ചേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? ഇവർ ചില നിയമങ്ങൾ അവിടെ നടപ്പിലാക്കി, കോളനികളിൽ നടപ്പിലാക്കി. അവ ചിലത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.